രണ്ടാം ഉമർ എന്ന അപരനാമത്തിൽ ഇസ്ലാമിലെ 5-ാം ഖലീഫയായി അറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസിൻ്റെ സവിശേഷമായ ജീവിത രീതി അനാവരണം ചെയ്തതാണ് പ്രസ്തുത ഈരടികളിലെ വിഷയം. വളരെ സമ്പന്നമായ കുടുംബത്തിലാണ് അദ്ദേഹം പിറന്നത്. ഈജിപ്തിലെ ഗവർണറായിരുന്നു പിതാവ്. അതുകൊണ്ട് തന്നെ സുഖസൗകര്യങ്ങൾക്കിടയിൽ വളരെ പ്രൗഢമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. എന്നാൽ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരം കയ്യിൽ വന്നതോടെ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി അപ്പാടെ മാറി. ഖലീഫയായി ബൈഅത്ത് ചെയ്യപ്പെട്ട് ജനങ്ങളോട് പ്രസംഗം നിർവഹിക്കാൻ മിമ്പറിലേക്ക് നടക്കുമ്പോൾ തൻ്റെ ചുമലിൽ വന്ന ഉത്തരവാദിത്ത ബോധമോർത്ത് അദ്ദേഹത്തിൻ്റെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. പ്രസംഗശേഷം അദ്ദേഹത്തിന് താമസിക്കാൻ സജ്ജമാക്കിയ കൊട്ടാരത്തിലേക്ക് ആനയിക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ വാഹനം ഹാജരാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, "ഞാൻ സാധാരണ മുസ്ലിം ജനങ്ങളിൽ ഒരാൾ മാത്രമാണ്. ഞാൻ അവരെ പോലെ പോവുകയും വരികയും ചെയ്തു കൊള്ളാം." തൻ്റെ പ്രജകളിലെ പരമദരിദ്രനായ പൗരനേക്കാൾ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. എല്ലാവിധ ആർഭാടങ്ങളോടും വിട പറഞ്ഞു രാജകൊട്ടാരം ഉപേക്ഷിച്ചു. പിന്നെ പിതാവും സഹോദരനുമടക്കം ഭരണരംഗം കൈയാളുന്നവരും രാജകീയ സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചവളുമായ തൻ്റെ സഹധർമ്മിണി ഫാത്തിമയോട് അദ്ദേഹം ചോദിച്ചു, "ഞാനിതാ എന്നെ അള്ളാഹുവിന് വിൽപ്പന നടത്തിയിരിക്കുന്നു. ആ നിലയിൽ ഒരു ജീവിത രീതിയുമായി നിനക്കെൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ നിൽക്കാം. അതല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകാം. നീ ധരിച്ചിരിക്കുന്ന ആ ആഭരണങ്ങൾ നിനക്കറിയുമോ നിന്റെ പിതാവ് എവിടെ നിന്നാണ് നൽകിയതെന്ന്? അതെല്ലാം ബൈത്തുൽ മാലിലേക്ക് നൽകുക. അള്ളാഹു ആണ് സത്യം. ഇന്ന് മുതൽ ഞാനും ആഭരണങ്ങളും ഒരു വീട്ടിൽ ശരിയാവുകയില്ല." ഭൗതിക ജീവിതത്തിൻ്റെ നശ്വരതയും പാരത്രിക ജീവിതത്തിൻ്റെ അനശ്വരതയും മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ അടുത്തുള്ളത് തിരഞ്ഞെടുത്ത് ആ മഹദി പറഞ്ഞു, "അതെ, ഞാനത് ബൈത്തുൽ മാലിലേക്ക് തിരിച്ചു നൽകുന്നു. ജീവിതമാകട്ടെ അങ്ങയോടുത്ത്. പരലോക ഭവനം ആണല്ലോ ഉത്തമം എന്നെന്നും അവശേഷിക്കുന്നതും." ഒരു വെള്ളിയാഴ്ച ദിവസം അദ്ദേഹത്തിൻ്റെ ആവേശകരവും പഠനാർഹവുമായ പ്രസംഗം കേൾക്കാൻ ജനങ്ങൾ നേരത്തെ തന്നെ പള്ളിയിൽ എത്തുക പതിവായിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം നിശ്ചിത സമയത്തെത്തിയില്ല. ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ജനങ്ങൾ, എന്താണ് ഖലീഫയെ കാണാത്തത്? അല്പം കഴിഞ്ഞ് ഓടിക്കിതച്ചെത്തിയ ഖലീഫ ജനങ്ങളോട് ക്ഷമാപണം നടത്തി. കഴുകിയിട്ട വസ്ത്രം ഉണങ്ങാൻ താമസിച്ചതിനാലാണ് തങ്ങളുടെ ഖലീഫ വൈകിയതെന്ന് അദ്ദേഹത്തിന് ധരിക്കാൻ വേറെ വസ്ത്രങ്ങളില്ലെന്നും അറിഞ്ഞ ആ സദസ്യരുടെ കണ്ണു നിറഞ്ഞു. ആർഭാടപൂർവമായ ജീവിതം നയിച്ച ഉമർ ഇബ്നു അബ്ദുൽ അസീസിൻ്റെ ഈ മാറ്റം ആരെയാണ് കണ്ണു നിറയ്ക്കാതിരിക്കുക? ഒരിക്കൽ അദ്ദേഹത്തിന് മുന്തിരി തിന്നാൻ ഒരാഗ്രഹം. രാജ്യത്തിൻ്റെ അധികാരം കയ്യിലിരിക്കുന്ന ആ ഖലീഫയുടെ കയ്യിൽ തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി ഒരു കുല മുന്തിരി വാങ്ങാനുള്ള പണം കയ്യിലില്ലായിരുന്നു. അദ്ദേഹം തൻ്റെ ഭാര്യയോട് തൻ്റെ ആഗ്രഹം അവതരിപ്പിക്കുന്നതാണ്.